ലോകത്തിലെ ഏറ്റവും വലിയ റോഡ് ശൃംഖലകളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതൊരു രാജ്യത്തെ മാത്രമല്ല, രണ്ട് വൻകരകളെ കോർത്തിണക്കുന്ന ഒരു സ്വപ്ന പാതയാണ്. അതാണ് പാൻ അമേരിക്കൻ ഹൈവേ. അലാസ്കയുടെ ആർട്ടിക് തീരം മുതൽ അർജന്റീനയുടെ തെക്കേ അറ്റം വരെ 14ഓളം രാജ്യങ്ങളിലൂടെ ഏകദേശം 30,000 കിലോമീറ്ററിലധികം ദൂരം നീളുന്ന ഒരു ഇതിഹാസ പാത. ഒരു സാധാരണ റോഡ് എന്നതിലുപരി സംസ്കാരങ്ങളെയും ചരിത്രത്തെയും ജനങ്ങളെയും ബന്ധിപ്പിക്കുന്ന ഒരു ജീവനാഡിയാണ് ഈ പാത. 1920കളിൽ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാരവും സൗഹൃദവും വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ആശയം ഉടലെടുത്തത്. റെയിൽവേ എന്ന ആദ്യ സങ്കല്പത്തിൽ നിന്ന് മാറി ഓട്ടോമൊബൈലുകളുടെ കടന്നുവരവോടെ ഇത് ഒരു ഹൈവേ ആയി രൂപപ്പെട്ടു. 1937ൽ വിവിധ രാജ്യങ്ങൾ ഇതിന്റെ നിർമ്മാണം ത്വരിതപ്പെടുത്താൻ ഉടമ്പടി ഒപ്പിട്ടു. ഓരോ രാജ്യവും സ്വന്തം അതിർത്തിയിലെ ഭാഗങ്ങൾ നിർമ്മിക്കുക എന്നതായിരുന്നു പദ്ധതി. ഈ പാത കേവലം ഒരു ഗതാഗത മാർഗം മാത്രമല്ല, അത് പാൻ അമേരിക്കനിസം എന്ന ആശയത്തിന്റെ, അതായത് അമേരിക്കൻ രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണത്തിന്റെയും ഐക്യത്തിന്റെയും പ്രതീകമായാണ് കണക്കാക്കപ്പെടുന്നത്. വ്യത്യസ്തമായ ഭൂപ്രകൃതികളും കാലാവസ്ഥകളും സംസ്കാരങ്ങളുമുള്ള ഒരു വലിയ ഭൂവിഭാഗത്തെ ഒറ്റച്ചരടിൽ കോർത്തുപിടിച്ച മഹത്തായ ഒരു നിർമ്മിതിയാണ്. വടക്കേ അമേരിക്കയിലെ പ്രൊഡ്ഹേബെ അലാസ്കയിൽ നിന്ന് ആരംഭിച്ച് കാനഡ, യുണൈറ്റഡ് സ്റ്റേറ്റ്, മെക്സിക്കോ, മധ്യ അമേരിക്കൻ രാജ്യങ്ങളായ ഗോട്ടിമല, എൽ സാൽവഡോർ, ഹോണ്ടുറാസ്, നിക്കരാഗ, കോസ്റ്ററിക്ക, പനാമ എന്നീ രാജ്യങ്ങളിലൂടെ ഹൈവേ കടന്നുപോകുന്നു. തുടർന്ന് തെക്കേ അമേരിക്കയിലേക്ക് പ്രവേശിക്കുമ്പോൾ കൊളംബിയ, ഇക്വഡോർ, പെറു, ചിലി, അർജന്റീന എന്നീ രാജ്യങ്ങളിലൂടെ സഞ്ചരിച്ച് ഭൂമിയുടെ തെക്കേ അറ്റത്തുള്ള ഉഷായയിൽ ഈ യാത്ര അവസാനിക്കുന്നു. ചിലിയിലെയും ബ്രസീലിലെയും മറ്റ് രാജ്യങ്ങളിലെ പ്രധാന ഹൈവേകളും ശൃംഖലയുടെ ഭാഗമായി കണക്കാക്കപ്പെടുന്നുണ്ട്. മരുഭൂമികൾ, മഴക്കാടുകൾ, ഉയരമേറിയ പർവ്വതങ്ങൾ, കടൽ തീരങ്ങൾ, ഇങ്ങനെ ഭൂമിയിലെ മിക്കവാറും എല്ലാ ഭൂപ്രകൃതികളിലൂടെയും ഈ പാത സഞ്ചരിക്കുന്നുണ്ട്. ലോകത്തിലെ ഏറ്റവും നീളമേറിയ ഈ റോഡിന് ഒരു പൂർണ്ണതയില്ലാത്ത ഒരിടമുണ്ട്. അതാണ് ഡാരിയൻ ഗ്യാപ്പ്. പനാമയ്ക്കും കൊളംബിയയ്ക്കും ഇടയിലുള്ള ഏകദേശം 100 കിലോമീറ്റർ ദുർഘടം പിടിച്ച ഒരു മഴക്കാടാണിത്. ഇവിടെ റോഡ് ശൃംഖല ഇല്ല. കപ്പലുകളോ പ്രത്യേക വാഹനങ്ങളോ ഉപയോഗിച്ച് മാത്രമേ ഈ ഭാഗം കടക്കാൻ കഴിയൂ. കടുപ്പമേറിയ ഭൂപ്രകൃതിയും സംരക്ഷിത വനമേഖലകളും പാരിസ്ഥിതിക കാരണങ്ങളും കൂടാതെ സുരക്ഷാ പ്രശ്നങ്ങളും കാരണം ഈ ഭാഗം ഇന്നും പൂർത്തിയാക്കപ്പെട്ടിട്ടില്ല. ഡാരിയൻ ഗ്യാപ്പ് ഹൈവേയുടെ ഈ മഹത്തായ സ്വപ്നത്തിലെ പൂർത്തിയാക്കാത്ത ഒരു അധ്യായമായി നിലനിൽക്കുന്നു. പാൻ അമേരിക്കൻ ഹൈവേ ഒരു യാത്രാമാർഗം എന്നതിലുപരി വൻകരകളെ ബന്ധിപ്പിക്കുന്ന ഒരു വലിയ ആശയമാണ്. ഓരോ വളവിലും ഓരോ രാജ്യത്തിന്റെയും കഥകളും സംസ്കാരവും ഒളിഞ്ഞിരിപ്പുണ്ട്. ഇത് വെല്ലുവിളികളുടെയും സാഹസികതയുടെയും പ്രതീകമാണ്. ഈ പാതയിലൂടെ ഒരു യാത്ര ചെയ്യുക എന്നത് ലോകമെമ്പാടുമുള്ള സഞ്ചാരികളുടെ സ്വപ്നമാണ്. വടക്കു നിന്ന് തെക്കോട്ടുള്ള ഈ മഹത്തായ യാത്ര കേവലം റോഡിലൂടെയുള്ള ഒരു യാത്രയല്ല, അത് അമേരിക്കൻ വൻകരകളുടെ ഹൃദയത്തിലൂടെ ഒരു സാംസ്കാരിക യാത്ര കൂടിയാണ്.